ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. സ്വർഗീയ ദർശനം ഞാൻ കണ്ടിടുമേ സ്വർഗീയനാഥന്റെ കൂടെ ഞാൻ വാഴുമേ സ്വർഗീയ ദർശനം ഞാൻ കണ്ടിടുമേ സ്വർഗീയനാഥന്റെ കൂടെ ഞാൻ വാഴുമേ സ്വർഗീയ മഹിമകൾ ഞാൻ വാഴ്ത്തിടുമേ സ്വർഗീയ പിതാവിന്റെ ഓമനയാൽ സ്വർഗീയ മഹിമകൾ ഞാൻ വാഴ്ത്തിടുമേ സ്വർഗീയ പിതാവിന്റെ ഓമനയാൽ എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കും: രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. വിത്തൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ് ദർ ഈസ് നോ ഫോർഗീവ്നെസ്. ഭാഗ്യവാനായ പൗലോസ് പറയുകയാണ്, ഒരു മാമ്പഴം ചീഞ്ഞു പോയാൽ അത് പിന്നെ നന്നാക്കാൻ പറ്റുമോ? നന്നാക്കിയെടുക്കാൻ പറ്റുമോ? ഒരു മുട്ട ചീത്തയായി പോയാൽ നന്നാക്കിയെടുക്കാൻ പറ്റുമോ? പാല് പിരിഞ്ഞു പോയാൽ അത് പിന്നെ വീണ്ടും പാലാക്കിയെടുക്കാൻ പറ്റുമോ? ഞെട്ടിൽ നിന്ന് തറ്റുപോയ ഒരു മാങ്ങ വീണ്ടും ഒട്ടിച്ച് ചേർക്കാൻ സാധിക്കുമോ? ഇതൊന്നും സാധിക്കുകയില്ല. ഇതെല്ലാം പ്രകൃതിയുടെ നിയമങ്ങളാണ്, മാറ്റമില്ലാത്ത പ്രകൃതി നിയമങ്ങളാണ് ഇതെല്ലാം. എന്നാൽ നന്നാക്കിയെടുക്കാവുന്ന ഒന്നുണ്ട്. കുശവന്റെ കയ്യിൽ ചീത്തയായി പോയ ഒരു പാത്രം ആ കുശവന്റെ കയ്യിൽ തന്നെ വീണ്ടും ഇരിക്കുന്നിടത്തോളം കാലം അത് നന്നാക്കിയെടുക്കാം. ദൈവമക്കളെ, അവിടെയാണ് സുവിശേഷത്തിന്റെ ശക്തി. ചീത്തയായി പോയ ജീവിതം, തകർന്നു പോയതായ ജീവിതം നന്നാക്കിയെടുക്കാം, അത് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം. എന്താണ് അതിൻ്റെ എല്ലാം അർത്ഥം? യൗവന പ്രായത്തിൽ തന്നെ ജീവിതം ചീത്തയായി പോയെങ്കിലും മരണം വരെയുള്ള സമയത്ത്, പ്രിയപ്പെട്ടവർ, ഈ വചനം കേൾക്കുന്ന സമയത്ത് അത് നന്നാക്കിയെടുക്കാൻ സാധിക്കും. യൗവനത്തിൽ അല്ല, മധ്യവയസ്കലാണെങ്കിൽ, എപ്പോഴെങ്കിലും ചീത്തയായി പോയെങ്കിൽ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് വന്നൊരു വ്യക്തിയാണെങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് നന്നാക്കിയെടുക്കാൻ സാധിക്കും. മനുഷ്യൻ നന്നാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യം ഏതാണ്? മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചീത്തയായ അവയവം ഏതാണ്? ഏറ്റവും മലിനപ്പെട്ട അവയവം ഏതാണ്? ഏറ്റവും മാലിന്യമുള്ള അവയവം ഏതാണ് മനുഷ്യൻ്റെ?
വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒന്നും പുതിയ നിയമത്തിൽ മറ്റൊന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളത്, അതാരാഞ്ഞറിയുന്നവൻ ആര്? ഹൃദയമാണ് ഏറ്റവും ചീത്തയെന്ന്. ഹൃദയമാണ് ഏറ്റവും ചീത്ത. മനുഷ്യന്റെ മുഖമല്ല ഏറ്റവും ചീത്ത, അവയവങ്ങളല്ല ഏറ്റവും ചീത്ത, മനുഷ്യന്റെ ഡ്രസ്സോ വസ്ത്രധാരണമോ ഇതൊന്നുമല്ല ഏറ്റവും ചീത്ത. മനുഷ്യന്റെ അതെല്ലാം മാന്യതയുള്ളതാണെങ്കിലും, അതെല്ലാം ഭംഗിയുള്ളതാണെങ്കിലും, അതെല്ലാം കാഴ്ചയ്ക്ക് യോഗ്യതയുള്ളതാണെങ്കിലും മനുഷ്യന്റെ ഹൃദയമാണ് അവന്റെ ഏറ്റവും ചീത്തയായ ഭാഗം. ഹൃദയമാണ് ഏറ്റവും ചീത്തയായ ഭാഗം. അതിനേക്കാൾ മോശമായതും ചീത്തയായതും ഒന്നുമില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമം പറയുന്നു, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞതിന് ശേഷമുള്ളതായ കാലം, കർത്താവായ യേശു കാൽവരിയിൽ രക്തം ചൊരിഞ്ഞതിന് ശേഷമുള്ളതായ കാലത്തെക്കുറിച്ച് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. ഏതാണ് ഏറ്റവും നല്ലത്? അതാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഹൃദയമാണ് ഏറ്റവും നല്ലത്. കാരണം യേശു കുരിശിൽ മരിച്ചതിന് ശേഷം, യേശുവിന്റെ തിരുരക്തത്താൽ ഹൃദയത്തിന് കഴിവ് പ്രാപിക്കുന്ന അനുഭവം ഉണ്ടായതിന്റെ ശേഷം ഒരു മനുഷ്യന് ഏറ്റവും നന്നാക്കിയെടുക്കാൻ കഴിയുന്നത് അവന്റെ ഹൃദയമാണ്. ഹാർട്ട് ഈസ് എ ട്രഷർ, ഹാർട്ട് ഈസ് എ ട്രഷറി. ഹൃദയമാണ് ഏറ്റവും വലിയ സ്വത്ത്, ഹൃദയമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയമാണ് ഏറ്റവും നല്ല സ്വത്ത്. ഈ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ എൻ്റെ പണമല്ല, യോഗ്യതയല്ല, ഡിഗ്രിയല്ല, ഇതൊന്നുമല്ല. ഇന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കൃപയാൽ 35-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ, ദൈവമക്കളെ, എനിക്ക് സാക്ഷ്യത്തോടെ എളിമയോടെ ദൈവത്തിന്റെ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്ന ഏക കാര്യം, ഇന്ന് ഏറ്റവും നല്ലത് എൻ്റെ ഹൃദയമാണ്. ദൈവം നന്നാക്കി തന്ന എൻ്റെ ഹൃദയമാണ്. ദൈവം കയ്പ് മാറ്റി തന്ന ഹൃദയമാണ്. ദൈവം അശുദ്ധി മാറ്റി തന്ന ഹൃദയമാണ്. ദൈവം നീരസം മാറ്റി തന്ന ഹൃദയമാണ്. ഉള്ളതുകൊണ്ട് ജീവിക്കാൻ സംതൃപ്തി തന്ന ഹൃദയമാണ് ഇന്ന് എൻ്റെ ഏറ്റവും നല്ലത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ ട്രഷറി എന്ന് പറയുന്നത്, എൻ്റെ ട്രഷറി ഇന്ന് എൻ്റെ ഹൃദയമാണ്. ട്രഷറി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയത് സൂക്ഷിച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. ആ ഏറ്റവും വിലയേറിയത് യേശു ക്രിസ്തുവാണ്. അതിനേക്കാൾ വിലയുള്ളതൊന്നും എനിക്ക് സൂക്ഷിക്കാനില്ല. അതിനേക്കാൾ വിലപിടിപ്പുള്ളതൊന്നും എനിക്ക് സൂക്ഷിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, വെള്ളിയോ പൊന്നോ കോടാനുകോടി രൂപകളോ ഒന്നും എനിക്ക് സൂക്ഷിക്കാനില്ല. പക്ഷെ എനിക്ക് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒന്നുണ്ട്, അതെൻ്റെ കർത്താവായ യേശുവാണ്. എൻ്റെ ഹൃദയം ഇന്ന് അവൻ്റെ ഒരു ട്രഷറിയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ യേശുവിനെ സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് ദൈവം കൃപയാൽ എനിക്കൊരു നല്ല ഹൃദയം തന്നിട്ടുണ്ട്. സഹോദര, നീ ആ ഹൃദയം പ്രാപിച്ചിട്ടുണ്ടോ? ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണോ നീ ഇന്ന്? നീ കുറെ എസ്റ്റേറ്റിന്റെ ഉടമയായിരിക്കാം, നീ കുറെ വലിയ സമ്പാദ്യത്തിന്റെ ഉടമയായിരിക്കാം. എന്നാൽ നീ ഇന്നൊരു നല്ല ഹൃദയത്തിന്റെ ഉടമയാണോ? ഒരു വിശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ഉടമയാണോ? ഒരു സ്നേഹമുള്ള ഹൃദയത്തിന്റെ ഉടമയാണോ? ഒരു സഹതാപമുള്ള ഹൃദയത്തിന്റെ ഉടമയാണോ? മറ്റുള്ളവരുടെ ബലഹീനത മനസ്സിലാക്കുന്ന ഒരു സഹതാപമുള്ള ഹൃദയത്തിന്റെ ഉടമയാണോ? എളിയവരെ ആദരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാണോ നീ ഇന്ന്? ബലഹീനതയുള്ള ഒരു ഭാര്യയെ അംഗീകരിക്കുന്ന ഒരു ഭർത്താവിന്റെ ഹൃദയം നിനക്കുണ്ടോ? കഴിവുകുറവുള്ള ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല ഹൃദയമുള്ള ഭാര്യയുടെ ഹൃദയം നിനക്കുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയമാണ് ഏറ്റവും നല്ലത്. ഹൃദയമാണ് ഏറ്റവും ചീത്തയായിരുന്നത്. എന്നാൽ ആ ഹൃദയമാണ് ഏറ്റവും നല്ലത്. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു. അവരുടെ മുഖം കണ്ടിട്ടാണോ? അവരുടെ നിറം നോക്കിയിട്ടാണോ? അവരുടെ കഴിവ് കണ്ടിട്ടാണോ? അവരുടെ എവിടെ നോക്കിയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത്? അവരുടെ മുഖത്ത് നോക്കിയിട്ടാണോ? അവരുടെ നിറം നോക്കിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. എവിടെ നോക്കിയാണ് നാം സ്നേഹിക്കുന്നത്? അവരുടെ ഹൃദയത്തെ നോക്കിയിട്ടാണ് സ്നേഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ കരുണയുള്ള കർത്താവും നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാണ് അവൻ നമ്മെ സ്നേഹിക്കുന്നത്. എനിക്ക് പ്രസവിക്കാനുള്ള കഴിവ് കണ്ടിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്യുന്ന വേറെ യാതൊന്നും കണ്ടിട്ടല്ല. ജീവനുള്ള ദൈവം എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ഹൃദയം കണ്ടിട്ടാണ്. പ്രിയപ്പെട്ട സഹോദര, നിനക്ക് അങ്ങനെ ഒരു ഹൃദയമുണ്ടോ? ദൈവം നിന്നെ സ്നേഹിക്കാൻ തക്കതായ ഒരു ഹൃദയത്തിന്റെ ഉടമയാണോ നീ ഇന്ന്? ദൈവം നിന്നെ താലോലിക്കാൻ തക്കതായ ഒരു ഹൃദയത്തിന്റെ ഉടമയാണോ നീ ഇന്ന്? ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ തക്കമുള്ളതായ ഒരു വിശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ഉടമയാണോ നീ ഇന്ന്? ആകാമെന്നാണ് പറഞ്ഞത്. ചീത്തയായി പോയ മാമ്പഴം നന്നാക്കിയെടുക്കാം. കുശവന്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം പ്രിയപ്പെട്ടവരെ, നന്നാക്കിയെടുക്കാൻ
നമുക്കെല്ലാം സാധിക്കും. ഭാഗ്യവാനായ പൗലോസ് ഇത് അനുഭവിച്ച വ്യക്തിയാണ്. ഹൃദയം ചീത്തയായ ഹൃദയം നല്ല ഹൃദയമാക്കി കിട്ടിയ ഒരു മനുഷ്യനായിരുന്നു ഭാഗ്യവാനായ പൗലോസ്. അത് അനുഭവിച്ചുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. അങ്ങനെ ഒരു നിയമം എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് പ്രിയപ്പെട്ടവരെ നാം വാസ്തവത്തിൽ വായിക്കുന്നത് എത്രയോ കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിന് ഹവ്വായെ ഇറക്കി വിടുമ്പോൾ, അവിടെ നിന്ന് അവരോട് കരുണ തോന്നി അവരെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് കരുണയോടെ ഇറക്കി വിടുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ ഹൃദയത്തിൽ വന്ന കൽപ്പനയാണ്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ, കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഈ ആദാമിന് മടങ്ങി വരാൻ സാധിക്കില്ല. കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഈ ഏദൻ പർദീസായിലേക്ക് ഇനിയും മടങ്ങി വരാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ആ നിയമമാണ്, ആ ദൈവത്തിന്റെ നിയമമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. ഏദൻ പർദീസായിലേക്ക് മനുഷ്യന് പ്രവേശിക്കാനും കഴിയുകയില്ല. കുറ്റമില്ലാത്ത രക്തം ചൊരിയപ്പെടേണ്ടത് ആവശ്യമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. ആ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അവിടെയാണ് മനുഷ്യന്റെ നിസ്സഹായത, അവിടെയാണ് മനുഷ്യന്റെ കഴിവുറവ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവുറവേതാണ്? മനുഷ്യന് തൻ്റെ കഴിവുറവേതാണ്? ഒരു പള്ളിയിൽ പോകാൻ കഴിവേണ്ട, ഒരു പള്ളിയിൽ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ കഴിവേണ്ട, ഒരു പ്രസംഗിക്കാൻ. പ്രിയപ്പെട്ടവരെ, അതെല്ലാം മനുഷ്യന്റെ പല പല കഴിവുകൊണ്ടും താലന്തുകൊണ്ടെല്ലാം സാധിക്കും. പക്ഷേ ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ എനിക്ക് പകരം, നിനക്ക് പകരം, സഹോദര നീ ആരായിരുന്നാലും നിനക്ക് പകരം കുറ്റമില്ലാത്ത ഒരു രക്തത്തിന്റെ മറവിടത്തിലല്ലാതെ നിനക്ക് ദൈവരാജ്യം കിട്ടുകയില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. നിനക്ക് പകരമായി ഒരു കുറ്റമില്ലാത്ത രക്തത്തിന്റെ മറവിലല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. ദൈവമക്കളെ, ഇത് ഏത് രാജ്യത്തെ നിയമമാണ്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല എന്നുള്ളത് ഏത് രാജ്യത്തെ നിയമമാണ്? ആ രാജ്യത്തിൻ്റെ പേരാണ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ രാജ്യത്തേക്കാണ് നാം പോകുന്നത്. ആ രാജ്യത്തിൻ്റെ പ്രജകളാണ് നാം. മനസ്വാതന്ത്ര്യപ്പെടുന്നവർ, ജീവിതം കൈമാറുന്നവർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വലിയ വിദ്യാഭ്യാസമോ വലിയ വലിയ ഡിഗ്രിയോ ഒന്നുമുള്ളവരായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ഒരു രാജ്യത്തെ പൗരന്മാരാണ്. ഏത് രാജ്യമാണത്? അതൊക്കെ ഒന്ന് വായിച്ചു കേൾക്കാം. 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. പ്രിയപ്പെട്ടവരെ, നാം ഇളകാത്ത രാജ്യത്തിന്റെ പ്രജകളാണ്. നാം അവിടുത്തെ പൗരന്മാരാണ്. ഇളകാത്ത രാജ്യം, ഇളകാത്ത രാജ്യം, മാറ്റമില്ലാത്ത രാജ്യം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവമക്കളെ, ആത്മീയ രംഗം വെറും ഒരു നിസ്സാരമായൊരു കാര്യമല്ല. മറ്റേതെങ്കിലും ആത്മീയ രംഗത്ത് പോകുന്ന പോലെ നിത്യനായ ദൈവത്തിനോട് നാം സമീപിക്കുമ്പോൾ ഓർക്കണം, നമ്മളിൽ ആര് ദഹിപ്പിക്കുന്ന തീരെടുക്കൽ പാർക്കും? ഈ നിത്യദഹനങ്ങളുടെ അടുക്കൽ ആര് പാർക്കും? ഇതാണ് പ്രവാചകനായ യെശയ്യാവ് ചോദിക്കുന്നത്. ദഹിപ്പിക്കുന്ന തീരെടുക്കലേക്കാണ് ഞാൻ വരുന്നത്, ദഹിപ്പിക്കുന്ന തീരെടുക്കലേക്കാണ് നിങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരു നിത്യനായ ദൈവത്തിന്റെ അടുക്കലേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക്, ഈ സത്യവചനത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ, ഈ വചനം ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ നിത്യമായ ദഹനത്തിന്റെ മുമ്പിലേക്കാണ് വരുന്നത്. കുറ്റമില്ലാത്ത രക്തത്തിന്റെ മറവിടത്തിലല്ലാതെ ഈ വചനത്തിൽ തൊടാൻ പോലും എനിക്ക് സാധിക്കില്ല. ഈ വേദപുസ്തകം എനിക്ക് കയ്യിലെടുക്കാൻ സാധിക്കില്ല. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. ദഹിപ്പിക്കുന്ന തീയല്ലോ. പ്രിയപ്പെട്ടവരെ, നാം ഇതൊന്നും ഓർക്കാറില്ല. നാം എത്ര ലാഘവമായിട്ടാണ് വേദപുസ്തകം കൊടുത്ത് വായിക്കുന്നത്, എത്ര ലാഘവമായിട്ടാണ് വേദപുസ്തകം കൊടുത്ത് പ്രസവിക്കുന്നത്, എത്ര ലാഘവമായിട്ടാണ് ഓരോ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നത്. പക്ഷേ ഓർത്തുകൊള്ളണം, ദഹിപ്പിക്കുന്ന തീയിലെടുക്കിലേക്കാണ്. ദഹിപ്പിക്കുന്ന തീയാണ് നിത്യനായ ദൈവം. ആ രാജ്യത്തിൻ്റെ പ്രമാണമാണ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. എല്ലാ പാപത്തിനും ഒരേ ശിക്ഷ. അത് ഏതെങ്കിലും രാജ്യത്ത് നിയമമുണ്ടോ? ഒരു നുണ പറഞ്ഞാലും ഒരു വേശ്യാവൃത്തി ചെയ്താലും ഒരേ ശിക്ഷ. ഒരാളെ, ഒരു സ്ത്രീയെ ഒന്ന് തോണ്ടിയാലും, ഒരാളെ അടിച്ചു കൊന്നാലും ഒരേ ശിക്ഷ. പ്രിയപ്പെട്ടവരെ, ഭർത്താവിനോടോ മരുമകളോടോ ഒരു തറുതല പറഞ്ഞാലും, അപ്പുറത്ത് വേറൊരാൾ കോപിച്ച് ഒരാളെ തൂമ്പായ്ക്കൊക്കെ അടിച്ച് കൊന്നാലും ഒരേ ശിക്ഷ.
അങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് നിയമമുണ്ടോ? ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെ ഒരു നിയമമുണ്ടോ? ഏത് പാപം, ഏത് ചെറിയ പാപമായാലും വലിയ എണ്ണപ്പെട്ട പാപമായാലും ശിക്ഷ ഒന്ന്, ഒരേ ശിക്ഷയേ ഉള്ളൂ. അങ്ങനെ ഒരു രാജ്യമുണ്ടോ? അതാണ് ദൈവരാജ്യം, അതാണ് ദൈവരാജ്യം, അതാണ് നിത്യരാജ്യം, അതാണ് ഇളകാത്ത രാജ്യം എന്ന് പറയുന്നത്. പാപത്തിന്റെ വലിപ്പച്ചെറുപ്പം നോക്കിക്കൊണ്ടല്ല, പാപം ചെറുതായാലും വലുതായാലും അത് എത്ര ലാഘവമായാലും പ്രിയപ്പെട്ടവരെ ശിക്ഷ ഒന്നേ ഉള്ളൂ, ഒരേ ഒരു ശിക്ഷയേ ഉള്ളൂ. ഈ ലോകത്ത് ഏതെല്ലാം ശിക്ഷാവിധികളാണ് ഓരോ രാജ്യത്തുള്ളത്. ചില കുറ്റങ്ങൾക്ക് പഴയ അടിച്ചാൽ മതി, പൈസ കൊടുത്ത് രൂപ അടച്ചാൽ പഴ തീരും. ചിലപ്പോൾ വെറും തടവ്, കഠിന തടവ്, ജീവപര്യന്തം തടവ്, തൂക്കിലേറ്റുന്നു, പല പല ശിക്ഷാവിധികളാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത്. എന്നാൽ നാം പ്രാപിക്കാൻ പോകുന്ന രാജ്യത്ത്, അഥവാ നാം പ്രസംഗിക്കുന്ന ഈ ദൈവരാജ്യത്തിൻ്റെ നിയമം ഒന്നേ ഉള്ളൂ. ദൈവരാജ്യത്തിന് 2 ശിക്ഷകളേ ഉള്ളൂ. ദൈവത്തിന്റെ വേദപുസ്തകം പഠിപ്പിക്കുന്നു, 2 ശിക്ഷകളേ ഉള്ളൂ. ഒന്ന് നിത്യമായ ശിക്ഷ, 2 ബാലശിക്ഷ. ഒന്ന് നിത്യമായ ശിക്ഷ. നിത്യമായ ശിക്ഷയ്ക്ക് അർഹന അത് അവസാനത്ത് വരുന്ന ശിക്ഷയാണ്, അതിൽ നിന്ന് പിന്നെ മോചനമില്ല. 2ാമത് ബാലശിക്ഷ, അപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷ, വിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്ന, തിരിച്ചു വരാൻ വേണ്ടി കൊടുക്കുന്ന ശിക്ഷ. 2 ശിക്ഷാവിധികളേ ഉള്ളൂ ദൈവരാജ്യത്തിന്. ഒന്ന് നിത്യശിക്ഷ, 2 ബാലശിക്ഷ. പ്രിയപ്പെട്ടവരെ, എന്താണ് ശിക്ഷ? ദൈവരാജ്യത്തിന്റെ പ്രമാണം എന്താണ്? ഏത് പാപത്തിനും, അത് ചെറുതായാലും, ഒരു നുണ പറഞ്ഞതായാലും, കോപിച്ചതായാലും, വേശ്യാവൃത്തിയായാലും, കൊലപാതകമായാലും, പ്രിയപ്പെട്ടവരെ പിടിച്ചുപറിയായാലും, മേടിച്ചാൽ കൊടുക്കാത്തതായാലും, ദൂഷണം പറഞ്ഞതായാലും ശിക്ഷയൊന്നേ ഉള്ളൂ. എന്താണ് ശിക്ഷ? റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവമക്കളെ, ദൈവരാജ്യത്തിന്റെ ഒരു ശിക്ഷാവിധിയേ ഉള്ളൂ, മരണം. മരണം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു, ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. അതാണ് ദൈവരാജ്യത്തിന്റെ നിയമം, അത്രയേ ഉള്ളൂ. ഒരു പാപി അവന്റെ പാപം ഏറ്റുപറയാതെ, അവന്റെ ലംഘനം സമ്മതിക്കാതെ, അവന്റെ ലംഘനം മറച്ചു വെച്ചുകൊണ്ട് അവന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് കരുണ പ്രാപിക്കാതിരുന്നാൽ ഒരേ ഒരു ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിലേക്ക് നമുക്ക് നോക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. അതിന്റെ 18-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പന്റെ പാപത്തിന് വേണ്ടി മകൻ കൊല്ലപ്പെടണ്ട. അപ്പന്റെ സ്വത്ത് മകനും കൂടി അനുഭവിച്ചിരിക്കാം, അപ്പന്റെ സ്വത്ത് മകനും കൂടെ പങ്കുകാരനായിരിക്കാം. പക്ഷേ അപ്പന്റെ പാപത്തിന് വേണ്ടി മകൻ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. മകൻ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഭാര്യയും ഭർത്താവും കിടക്ക പങ്കിടുന്നവരാണ്. പക്ഷേ ഭർത്താവിന്റെ പാപത്തിന് വേണ്ടി ഭാര്യ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഭാര്യയുടെ പാപത്തിന് വേണ്ടി ഭർത്താവ് നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. ആ പ്രമാണം ദൈവം മാറ്റിക്കളഞ്ഞു എന്ന് വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരുടെ പാപം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്ന് പറഞ്ഞതായ അതേ വേദപുസ്തകം തന്നെ പറയുന്നു. അപ്പന്റെ പാപത്തിന് പകരം മകന് ശിക്ഷയില്ല. ഭാര്യയുടെ പാപത്തിന് പകരം ഭർത്താവിന് ശിക്ഷയില്ല. ഭർത്താവിന്റെ പാപത്തിന് പകരം ഭാര്യയ്ക്കും ശിക്ഷയില്ല. എന്താണ് വേണ്ടത്? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പാപം ചെയ്യുന്ന ദേഹി, അവനാണ് ദൈവരാജ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അവന് പകരം മറ്റൊരാളല്ല. 18-20 വായിച്ചു നോക്കാം. 18-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. മകൻ അപ്പന്റെ പാപം വഹിക്കണ്ട, അപ്പൻ മകന്റെ പാപവും വഹിക്കണ്ട എന്നെല്ലാം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവമക്കളെ, അപ്പനും കണം കൊടുക്കാനുണ്ടെങ്കിൽ മകന് കൊടുത്ത് തീർക്കുന്നത് ശരിയാണ്, അത് കൊടുത്ത് തീർക്കുക വേണ്ടത്. അപ്പൻ കടം മേടിച്ചു, അപ്പന്റെ കാലത്ത് കൊടുത്തില്ല, അത് മകന് കൊടുക്കുകയാണ് വേണ്ടത്. ആ പ്രമാണത്തിനൊന്നും മാറ്റമില്ല. പക്ഷേ അപ്പന്റെ പാപം അത് തീർക്കാൻ മകന് സാധിക്കില്ല.
ഞാൻ മരിക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടാതെ, എൻ്റെ പാപം ഏറ്റുപറയാതെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മക്കൾക്ക് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല. പ്രിയപ്പെട്ടവനെ, നീ ജീവിക്കുന്ന കാലത്ത് നിന്റെ പാപത്തിന് പരിഹാരം വരുത്താതെ, പാപം ഏറ്റുപറയാതെ നീ മരിച്ചതിന് ശേഷം നിന്റെ മക്കൾ എന്ത് ചെയ്താലും അവർക്ക് നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല. അത് നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വരുത്തണം. കാരണം അപ്പന്റെ പാപം മകന് വഹിക്കാൻ പറ്റില്ല. ഒരു കുറ്റമുള്ള രക്തത്തിന്, പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ ഒരു പാപിയുടെ പാപത്തെ പരിഹാരം വരുത്താൻ കഴിയുള്ളൂ. മകന്റെ ജീവിതം കൊണ്ട് അപ്പന്റെ പാപം ക്ഷമിച്ചു കിട്ടില്ല. കുറ്റമില്ലാത്ത രക്തം ചൊരിയണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കൊലപാതകയെ തൂക്കിക്കൊന്നാൽ രാജ്യത്തെ നിയമം അനുസരിച്ച് നീതി നടപ്പായി. രാജ്യത്തെ നിയമം അനുസരിച്ച് നീതി നടപ്പായി. ഒരു കുറ്റം ചെയ്തവനെ തൂക്കിക്കൊന്നു കൊലപാതകി. പക്ഷേ കുറ്റവാളിയെ തൂക്കിക്കൊന്നാലും കുറ്റവാളിക്ക് ദൈവരാജ്യം കിട്ടുമോ? കുറ്റവാളി കുറ്റം ഏറ്റെടുത്തു. അവനെ തൂക്കിക്കൊന്നാലും അവന്റെ കുറ്റം ക്ഷമിച്ചു കിട്ടുകയില്ല. അവന്റെ കുറ്റം ക്ഷമിച്ചു കിട്ടണമെങ്കിൽ അവന് പകരം കുറ്റമില്ലാത്തൊരു രക്തമാണ് ചൊരിയേണ്ടത്. അവന്റെ രക്തത്തിന് പാപമുള്ള രക്തമാണത്. പാപമുള്ള ഒരു രക്തത്തെ തൂക്കിക്കൊന്നാലും, ഒരു മനുഷ്യനെ തൂക്കിക്കൊന്നാലും അവന്റെ പാപത്തിന് പരിഹാരം വരികയില്ല. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ, കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനം കിട്ടുകയില്ല. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? എൻ്റെ പാപം ക്ഷമിക്കാൻ, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ എൻ്റെ മക്കൾക്കോ, എൻ്റെ ഭാര്യയ്ക്കോ, എൻ്റെ അപ്പനോ, എൻ്റെ അമ്മയ്ക്കോ കഴിയില്ല. നിങ്ങളുടെ ആരുടെയും പാപത്തിന് പരിഹാരം വരുത്താൻ നിങ്ങളുടെ സ്വന്തക്കാർക്ക്, പ്രിയപ്പെട്ടവർക്ക് ആർക്കും കഴിയില്ല. എന്നാൽ ആർക്ക് കഴിയും? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. കുറ്റമില്ലാത്ത രക്തത്തിന് പരിഹാരം വരുത്താൻ കഴിയുള്ളൂ. ആ കുറ്റമില്ലാത്ത രക്തമാണ് ആ ഗോഗുൽത്തായിൽ ചൊരിഞ്ഞ യേശുവിൻ്റെ വിലയേറിയ രക്തം. ആ രക്തം കൊണ്ടല്ലാതെ സഹോദര നിന്റെ പാപത്തിന് പരിഹാരം വരികയില്ല. നിന്റെ നേർച്ച കൊണ്ടോ, കാഴ്ച കൊണ്ടോ, വഴിപാട് കൊണ്ടൊന്നും നിന്റെ പാപത്തിന് പരിഹാരം വരികയില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം നിങ്ങൾക്കൊരു ജീവിതം തന്നിട്ടില്ലേ? ആ ജീവിതം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? പഠിക്കേണ്ട കാലത്ത് പഠിച്ചോ? ഉത്സാഹത്തോടെ നടക്കേണ്ട കാലത്ത് ഉത്സാഹത്തോടെ നടന്നു? സ്നേഹിക്കേണ്ട കാലത്ത് സ്നേഹിച്ചോ? പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചോ? വചനം കേൾക്കേണ്ട സമയത്ത് വചനം കേട്ടോ? ദൈവം നിങ്ങൾക്കൊരു കുടുംബം തന്നില്ലേ? കുടുംബം കൊണ്ട് എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? സ്നേഹിക്കേണ്ട കാലത്ത് സ്നേഹിച്ചോ? കരുതേണ്ട കാലത്ത് കരുതിയോ? ദൈവം തന്ന പ്രിയപ്പെട്ടവരെ കരുതിയോ? ദൈവം തന്ന ഭാര്യയുടെ കണ്ണുനീര് നിന്റെ വീട്ടിൽ വീഴാൻ ഇടവന്നു. ദൈവം നിനക്ക് തന്ന ഭാര്യയുടെ കണ്ണുനീര് നിന്റെ വീട്ടിൽ വീഴാൻ ഇടവന്നു. പ്രിയപ്പെട്ടവർ, ഇതൊന്നും ആരും അറിയില്ല. ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്നു, മിണ്ടണില്ല. ഈ ലോകത്തിലെ കോടതിയൊന്നും ശിക്ഷിക്കില്ല. ഈ ലോകത്തിലെ കോടതികൾ അറിയുക പോലുമില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അറിയും. ഇത്തരമായി ദൈവം അറിയും. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീ മോചനം പ്രാപിച്ചിട്ടുണ്ടോ? നീ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? നീ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? കർത്താവേ, ഞാൻ അങ്ങനെയെല്ലാം ചെയ്തു പോയി, ഞാൻ അങ്ങനെയെല്ലാം നടന്നുപോയി. എൻ്റെ കൈ കൊണ്ട്, എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ചീത്തയാക്കിയിട്ടുണ്ട്. ദൈവം നിനക്കൊരു ശരീരം തന്നില്ലേ? ആ ശരീരം കൊണ്ട് എന്ത് ചെയ്തു? അത് ദൈവത്തിൻ്റെ മന്ദിരമായി സൂക്ഷിച്ചോ? അത് വിശുദ്ധിയുള്ള ആലയമായി നീ സൂക്ഷിച്ചോ? ദൈവം നിനക്കൊരു നാവ് തന്നില്ലേ? ആ നാവ് നീ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ദൈവം തന്നതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? സഹോദരങ്ങളെ, ഓരോന്നോരോന്ന് നിങ്ങൾ നോക്കുക. 2000 കൊല്ലം മുമ്പ് കാൽവരിയിൽ യേശു മരിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മുമ്പിൽ ന്യായവിധിയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ന്യായവിധിയും നിത്യനരകവുമല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല.
ആ കുറ്റമില്ലാത്ത രക്തത്തിൽ കൂടി അല്ലാതെ ഒരു പാപവും മോചിക്കില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളും തിരിഞ്ഞു നോക്കും. കർത്താവ് യേശുവിനോട് ഏറ്റുപറയാത്ത, ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് കർത്താവേ നിന്റെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പറയാത്തതായ ഒരു പാപവും ക്ഷമിച്ച് കിട്ടും. കർത്താവേ, നിന്റെ വിലയേറിയ രക്തം കൊണ്ട് എൻ്റെ ആ മലിനത, എൻ്റെ ആ മാലിന്യം, എൻ്റെ ആ വാക്ക്, എൻ്റെ ആ പ്രവൃത്തി, എൻ്റെ ആ കാപട്യം നിന്റെ വിലയേറിയ രക്തം കൊണ്ട് ഒന്ന് കഴുകിത്തരണമേ. പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഒരു പാപവും ക്ഷമിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇപ്പോൾ ക്ഷമിക്കുന്ന സമയമാണ്. ഇപ്പോൾ അരുമനാഥൻ ഇറങ്ങി വന്നിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ അരുമനാഥൻ രക്തം പാപമോചനം തരുന്ന സമയമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. ആ നയതൻ തോട്ടത്തിൽ അത് പറഞ്ഞുവെങ്കിൽ കാൽവരി മലവിടവുകളിൽ ദൈവം തമ്പുരാൻ എഴുതി വെച്ചു, ഇപ്പോൾ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിതാവായ ദൈവം കൽപ്പിച്ചു, എപ്പോൾ എൻ്റെ പുത്രന്റെ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഓടി വരാം. പിച്ചള സർപ്പത്തെ മാറ്റിക്കൊണ്ട് മോശ പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും നോക്കാം. പ്രിയപ്പെട്ടവർ, അതിനനുവാദം ചോദിക്കണ്ട, അതിനാരോടും അനുവാദം ചോദിക്കണ്ട. ദൂരത്തിരിക്കുന്നവർക്കും ചോദിക്കുക, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കുക, ആർക്ക് വേണമെങ്കിലും ഉയർത്തി നാട്ടിയ ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുക. കുറ്റമില്ലാത്ത രക്തം ഇവിടെ ചൊരിഞ്ഞിട്ടുണ്ട്. ആ രക്തം ചൊരിഞ്ഞ യേശുവിനെ ആർക്ക് വേണമെങ്കിലും നോക്കുക. അവനെ നോക്കി ഇന്ന് മോചനം പ്രാപിക്കുക, അവനെ നോക്കി ഇന്ന് കരുണയ്ക്ക് വേണ്ടി യാചിക്കുക, അവനോട് നിന്റെ പാപം ഏറ്റുപറയുക. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. 69-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ദാവീദ് പ്രകാരം പറയുന്നുണ്ട്, ദൈവമേ, ചേറ്റിൽ നിന്ന് എന്നെ കയറ്റണമേ, ഇനിയും ഞാൻ താണു പോകരുത്, ഇനിയും ഞാൻ താണു പോകരുത്. ഞാൻ താണു പോയിട്ടുള്ളവനാണ്, കഴിഞ്ഞ കാലങ്ങളിൽ താഴ്ന്നു പോയിട്ടുള്ളവനാണ്. ദാവീദിനോട് ചേർന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആർക്കെല്ലാം മനസ്സുണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഇനിയും ഞാൻ താണു പോകല്ലേ, ഇനിയും ഞാൻ താണു പോകല്ലേ, ഇനിയും ഞാൻ പഴയതുപോലെ ആയി പോകല്ലേ, ഇനിയും ഞാൻ പരീക്ഷയിൽ തോറ്റു പോകല്ലേ, ഇനിയും എനിക്ക് മാർക്ക് കുറഞ്ഞു പോകല്ലേ, ഇനിയും എന്റെ സ്വഭാവത്തിൽ മലിനത വരല്ലേ, ഇനിയും എന്റെ കുടുംബം കലങ്ങി പോകല്ലേ, ഇനിയും ഞാൻ താണു പോകരുത്. കർത്താവേ, എന്റെ പോഷത്വം ഞാൻ അറിയുന്നു, ഇനിയും ഞാൻ താണു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, ഇനിയും താണു പോകരുത്, ഇനിയും താണു പോകരുത്. ഇന്നത്തേക്കാൾ പതിച്ചു പോകരുത്, ഇന്നത്തേക്കാൾ ഞാൻ മോശമായി പോകരുത്. ആഗ്രഹമുള്ള ദൈവർക്ക് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞാൻ ഇനിയും താണു പോകരുത്, ഇനിയും താൻ താഴോട്ട് പോകരുത്, ഇനിയും ഞാൻ വീണു പോകരുത്, ഇനിയും ഞാൻ താഴോട്ട് പോകരുത്. കർത്താവേ, എന്നെ ഉയർത്തുവാൻ നിന്റെ രക്തത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ രക്തം എന്നെ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഉയർത്തിരിക്കുന്ന കരങ്ങളെ നീ പിടിക്കണമേ. ഉയർത്തുന്ന രക്തം, വീണ്ടെടുക്കുന്ന രക്തം, ജീവൻ പകരുന്ന രക്തം, സൗഖ്യമാക്കുന്ന ആ കുറ്റമില്ലാത്ത രക്തം നിങ്ങളെ കഴുകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.